നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മഹാനവമി നവരാത്രി കാലം ആഗതമാവുകയാണ്. നമ്മുടെ ഭാരതീയ വിശേഷ ദിവസങ്ങളിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഉത്സവമാണ് നവരാത്രി എന്ന് പറയുന്നത്. ദേവിയുടെ ഏറ്റവും ശക്തമായ അനുഗ്രഹം വർഷിക്കുവാൻ ഉള്ള സമയം ആണ് ഈ നവരാത്രി കാലമെന്ന് പറയുന്നത്. 9 ദിവസമാണ് നവരാത്രി ആഘോഷിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. 10 രാത്രിയും 9 പകലുമാണ്. ഈ ഒരു നവരാത്രി കാലം നമുക്ക് അങ്ങേയറ്റം ഗുണപ്രദമാകുവാൻ സഹായിക്കും എന്നുള്ളത് അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. കാരണം നവരാത്രി ദിവസങ്ങളിൽ ദേവിയെ 9 ഭാവങ്ങളിലായിട്ടാണ് ഭജിക്കുന്നത്. അതൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. സ്ഥിരമായിട്ട് നവരാത്രി പൂജകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി തൊഴുവാനും മറ്റും സാധിക്കുകയില്ല. നവാഹ യജ്ഞങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയി പൂർണ്ണമായിട്ട് അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ നവരാത്രി, ഈ ദുർഗാദേവിയുടെ ഈ വിശേഷാൽ ദിവസം നമുക്കെങ്ങനെ ഗുണപ്രദമാകുവാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഒരു സത്യമായ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുവാൻ, അത് ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, ധനപരമായ ദുരിതം, ദാമ്പത്യ പരാജയം, വിദ്യാവിജയം, തൊഴിൽ വിജയം, ഇങ്ങനെ എന്ത് കാര്യങ്ങളായാലും നമ്മുടെ മനസ്സമാധാനമില്ലായ്മ, ഇതിനൊക്കെ പരിഹാരം കാണുവാൻ ഈ 9 ദിവസത്തെ ദേവീ പ്രീതി കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിന് എങ്ങനെ സാധിക്കാം എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യുവാൻ എപ്രകാരം സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ വിധിയാംവണ്ണം ഈ 9 ദിവസം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ, അതായത് പരീക്ഷാവിജയത്തിനായിട്ട് നമ്മൾ പഠിക്കുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽ പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ട് ഉള്ളവരാണെങ്കിൽ, അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നമ്മൾ തയ്യാറുള്ളവരാണെങ്കിൽ, അത് സത്യസന്ധമായി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 100% വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പായും പറയുന്നു. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജാതകം ഞാൻ സൗജന്യമായിട്ട് പരിശോധിച്ച് നൽകുന്നുണ്ട്. എന്നോട് ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ അല്പം കാലതാമസം ഉണ്ടായാൽ പോലും പൂർണ്ണമായ മറുപടി നൽകുന്നുണ്ട് ഞാൻ. എന്നാൽ പലപ്പോഴും പലരും ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കും, അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത കാര്യം ചോദിക്കും. ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനെനിക്ക് മറുപടി പറയുവാൻ സാധിക്കാറില്ല. ചോദിക്കുന്ന ആദ്യ സമയം തന്നെ നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, നക്ഷത്രം, ജനനസ്ഥലം എന്നിവ പൂർണ്ണമായിട്ടും പറയുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും ചോദിക്കുകയും ചെയ്യുക. ഒരു തവണ മാത്രമാണ് ഞാൻ സൗജന്യമായിട്ട് മറുപടി നൽകുന്നത്. അത് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ട് മറുപടി നൽകുകയും ചെയ്യും. വീണ്ടും രണ്ടാമത് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിന് ഫീസ് നൽകേണ്ടി വരും. കാരണം അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് അത്തരം ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്തുകയാണ്. തികച്ചും സൗജന്യമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് പലരും അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് കാരണം ഇത്തരം ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിർബന്ധിതമായിരിക്കുന്നത്. കബഡി പ്രശ്നം നടത്തി കാര്യങ്ങൾ ഇപ്പോഴത്തെ സമയകാലം അറിയുവാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു ദക്ഷിണ നൽകേണ്ടതാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജായി മാത്രം ചോദിക്കുക. കമൻ്റായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി നൽകുവാൻ സാധിക്കുന്നതില്ല. മഹാനവമി കാലത്ത് നമുക്കറിയാം, ദുർഗാദേവിയുടെ ഏറ്റവും ശക്തിയേറിയ സമയമാണ്. പ്രപഞ്ചത്തിലെ ശക്തി സ്വരൂപിണിയാണ് ദേവി എന്ന് പറയുന്നത്. ദേവിയില്ലാതെ ഒന്നും പൂർണ്ണമാവുകയില്ല. മഹാദേവൻ പോലും പൂർണ്ണമാകുന്നത് അർദ്ധനാരീശ്വരനാകുമ്പോഴാണ്. അപ്പോൾ ദേവിയെ ഭജിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കുക. ദേവിയെ ഭജിക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കലികാലത്തിൽ ഏറ്റവും വിശിഷ്ടമായ മാർഗമെന്ന് പറയുന്നത് ജപമാണ്. നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുമ്പോഴും
പൂജകൾ നടത്തുമ്പോഴുമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആ ക്ഷേത്രത്തിലെ പൂജാരി ആണ് ജപിച്ച് നൽകുന്നത്. നാം ഒരു ദക്ഷിണ കൊടുത്ത് പ്രസാദം വാങ്ങുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നത്. എന്നാൽ നാം സ്വയമായി അത് ജപിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഗുണങ്ങൾ, ആ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ദേവിയെ ഭജിക്കുവാനായിട്ട് ഒരുപാട് നാമങ്ങളും ഒരുപാട് മന്ത്രങ്ങളുമുണ്ട്. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നതിന് ദേവിയുടെ 1000 ജപങ്ങളാണ്. ഈ നവരാത്രി കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ജപിക്കേണ്ടത്, എന്ത് ജപിച്ചാലാണ് നിങ്ങൾക്ക് പൂർണ്ണ വിജയമുണ്ടാകുന്നത് എന്നുള്ളതിനെപ്പറ്റി പറയുകയും ആ ജപം, ആ മന്ത്രജപം നിങ്ങൾക്ക് അതിൻ്റെ ഋഷി ഛന്ദസ് ദേവത അതുൾപ്പെടെ പൂർണ്ണമായിട്ടും പറഞ്ഞു നൽകുകയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. പലരും മന്ത്രജപങ്ങളെപ്പറ്റി പറയുമെങ്കിലും അതിൻ്റെ പൂർണ്ണത ഒരിക്കലും പറഞ്ഞു നൽകാറില്ല. നാം ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും മന്ത്രത്തിൻ്റെ ഋഷി, ഛന്ദസ്, ദേവത ഈ 3 കാര്യങ്ങൾ ചേർത്ത് വേണം ജപിക്കുവാൻ. ഇത് 100% ഫലവത്തായ കാര്യമാണ്. നിങ്ങളുടെ ദുരിതങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര രൂക്ഷമായതുമായിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ, സൽക്കർമ്മങ്ങളിൽ, പ്രവർത്തന വിജയങ്ങളിൽ, കാര്യസിദ്ധിക്ക്, ശത്രുദോഷം മാറുവാൻ, വിവാഹം നടക്കുവാൻ, എന്ത് കാര്യത്തിനും, നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനാകട്ടെ, വിദേശത്ത് പോകുവാനാകട്ടെ, എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കുമ്പോൾ അതിൽ ഒരു തടസ്സവും ഉണ്ടാകാതെ വിജയമുണ്ടാകുവാൻ 9 ദിവസത്തെ ഈ ജപം കൊണ്ട് സാധ്യമാകുമെന്ന് 100% ഉറപ്പ് നൽകുകയാണ്. പക്ഷേ നമ്മളതല്പം കഷ്ടപ്പാടുകൾ സഹിക്കണം. കാരണം ഈ 9 ദിവസങ്ങൾ നല്ല വ്രതശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കണം. പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ നമ്മൾ ഒഴിവാക്കണം. രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തി നമ്മൾ ജപിക്കണം. പക്ഷേ നല്ല ശുദ്ധി, പ്രത്യേകിച്ച് ആഹാരശുദ്ധി നമ്മൾക്കുണ്ടാകണം. ഏത് മന്ത്രം ജപിക്കുമ്പോഴും പഞ്ചശുദ്ധികൾ പാലിച്ച് വേണം ജപിക്കുവാനായിട്ട്. അക്ഷരശുദ്ധി, മനഃശുദ്ധി, ശരീരശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, ഈ 5 കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം. ഈ ജപത്തിൽ കൂടിയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ടിത് ജപിക്കുന്നത് അതീവ ഗുണം ചെയ്യും. എങ്കിൽ പോലും അതിന് പലർക്കും സാധിക്കാതെ വരും. അപ്പോൾ ഈ നവരാത്രി കാലത്ത് നിങ്ങളിത് ചെയ്താൽ നിങ്ങൾ ന്യായമായ കാര്യം, നിങ്ങൾക്ക് അർഹിക്കുന്ന കാര്യം ഉറപ്പായിട്ടും സാധിച്ചിരിക്കും. ആ മന്ത്രത്തെപ്പറ്റി ഞാൻ പറയാം. മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തി പായോ പലകയോ ഇട്ടിരുന്ന് നമ്മുടെ ഇഷ്ടദേവതകളെ, ഗണപതിയെയും നമ്മുടെ ഗുരുകാരണവന്മാരെയും മനസ്സിൽ സ്മരിച്ച് പതിവായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജപിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ജപിച്ച ശേഷം ദുർഗാ ഭഗവതിയെ ധ്യാനിച്ച് ആദ്യം ഈ മന്ത്രത്തിൻ്റെ ന്യാസം 1 തവണ ജപിക്കുക. പിന്നീട് നമ്മൾ മന്ത്രം ജപിക്കുക. വളരെ ഭക്തിയോടെ വേണം ജപിക്കുവാനായിട്ട്. നിങ്ങൾക്ക് എത്ര ഉരു വേണമെങ്കിലും ജപിക്കാം, എങ്കിലും കുറഞ്ഞത് 108 ഉരുവെങ്കിലും ജപിക്കുക. അതിൽ കൂടുതൽ ജപിക്കുവാൻ സാധിക്കുന്നവർക്ക് അതിൽ കൂടുതൽ ജപിക്കാം. അങ്ങനെ ജപിച്ച ശേഷം 1 തവണ കൂടി ന്യാസം ജപിക്കണം. ആ ന്യാസം ജപിച്ച ശേഷം ദുർഗാ ഭഗവതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട, നമുക്ക് അർഹതപ്പെട്ട, ന്യായമായും നമുക്ക് ലഭിക്കേണ്ട ആ കാര്യം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ഫലമുണ്ടായിരിക്കും. ഞാൻ ഇനി മന്ത്രത്തെപ്പറ്റി പറയുകയാണ്. മന്ത്രത്തിൻ്റെ ന്യാസം ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഓം മാർക്കണ്ഡേയ ഋഷി ബൃഹദീ ഛന്ദഃ ജയ ദുർഗാ ദേവത. ഇങ്ങനെയാണ് ന്യാസം ജപിക്കേണ്ടത്. മന്ത്രം ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഓം ദുർഗേ ദുർഗേ രക്ഷിണി സ്വാഹ. ഇത് ധൃതി വെച്ച് എണ്ണം തികയ്ക്കാൻ വേണ്ടി സ്പീഡിൽ ജപിക്കരുത്. ഭക്തിയോടെ, ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ ദേവിയെ മനസ്സിൽ വിചാരിച്ച് വേണം ജപിക്കുവാൻ. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ നിശ്ചിത ഒരു ജപിച്ച ശേഷം ആദ്യം പറഞ്ഞ ന്യാസം 1 തവണ കൂടി ജപിച്ചിട്ട് ദുർഗാദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ അർഹതപ്പെട്ട കാര്യം വേഗം ലഭിക്കണമേ എന്ന്, ജയമുണ്ടാകാനായിട്ട് നിങ്ങളെ സഹായിക്കണം. നിങ്ങൾ അപേക്ഷിച്ചാൽ 100% നിങ്ങൾക്കത് സാധിച്ചു തന്നിരിക്കും. ഈ മഹാനവമിക്കാലം ഇതിന് എല്ലാവർക്കും ഇത് ഗുണങ്ങൾ സാധ്യമാകാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും ജാതക പരിശോധന സൗജന്യമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തു തരുന്നത്. അതിനായിട്ട് ആരും യാതൊരു ഫീസും നൽകേണ്ടതില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീവല്ലഭോ രക്ഷതു.